ആരെപ്പോ വിളിക്കാനേ? ആ, ഭാഗ്യേച്ചിയാണല്ലോ. ലീലേ, എന്താ ചേച്ചി? ചേച്ചി എന്താ കരയുവാണോ? ആ, എന്റെ മോള് അവളവിടെ എങ്ങനെ ഇരിക്കുന്നു? പാറുവിന് ഇവിടെ ഒരു കുഴപ്പമില്ല. ഗിരിയുടെ വീട്ടിൽ അവള് സുഖമായിട്ടായിരിക്കുന്നേ. അവക്ക് സങ്കടമൊന്നുമില്ലല്ലോ? എന്ത് സങ്കടം? അവൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ചേച്ചി. അവളുടെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. അറിയാലോ, ഇവിടെ പാറുവിന്റെ അച്ഛൻ ആകെ ദേഷ്യത്തില. ഞാനെങ്ങാനും പാറുവിനെ വിളിക്കുന്നത് കണ്ട വലിയ പ്രശ്നമാവും. അതുകൊണ്ടാ പാറുവിനെ നേരിട്ട് വിളിക്കാതെ ഞാൻ ലീലയെ വിളിച്ചത്. എനിക്ക് മനസ്സിലാവും ഭാഗ്യേച്ചി. ഭാഗ്യേച്ചി എന്നെ വിളിച്ചാ മതി. പാറുവിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഉം. ആ, ഇനി ചേച്ചിക്ക് അവളോട് സംസാരിക്കണമെങ്കിൽ ഞാനായിട്ട് വഴിയൊരുക്കി തരാം. എനിക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ട്. ആ, ഞാൻ നോക്കട്ടെ. അവസരം ഒത്താ ഞാൻ ചേച്ചിയെ വിളിക്കാം. ഏതായാലും പാറുവിനെ ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല തങ്കപ്പെട്ട സ്വഭാവമല്ലേ ഗിരിയുടേത്. അവനവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. അതാ എന്റെ ഏറ്റവും വലിയ സമാധാനം. അയ്യോ, അതിന് ചേച്ചി ദൈവത്തിനോട് നന്ദി പറ. ഗിരിയെ ഭർത്താവായിട്ട് കിട്ടിയതാ പാറുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്നെന്റെ കുഞ്ഞുങ്ങളെ വിരുന്നിന് വിളിക്കേണ്ട ദിവസം. അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ. ചേച്ചി സങ്കടപ്പെടണ്ട, എല്ലാം വഴിയേ ശരിയാവും. ഉം. ലീലേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? ചേച്ചി പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കോ അവർക്ക് വിരുന്ന് കൊടുക്കാനാവുന്നില്ല. എനിക്ക് വേണ്ടി ലീലയ്ക്ക് അവരെ വിളിച്ച് അവിടെ ഒരു വിരുന്ന് കൊടുക്കാനാവോ? അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വിരുന്ന് കൊടുക്കാനിരിക്കുകയായിരുന്നു.